അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 11. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ ആലിഹി വ അസ്ഹാബിഹി. മുഖദ്ദിമത്തുൻ, ഇതൊരു മുഖദ്ദിമയാണ്. ഐ ഹാദിഹി മുഖദ്ദിമത്തുൻ. ഇനി അവിടെ നെസ്ബ് വായിക്കാം. മുഖദ്ദിമത്തൻ ഇവിടുത്തെ അൽഅദ്ഹറു അന്നഹു ഖബറുൻ ലി മഹ്ദൂഫിൻ. ഐ ഹാദിഹി മുഖദ്ദിമത്തുൻ, ഒരു മഹ്ദൂഫായ മുബ്തദാന്റെ ഖബറായിട്ട്. ഇനി അവിടെ വഹ്തമിലു അന്നഹ മുബ്തദഉൻ വൽ ഖബറു മഹ്ദൂഫുൻ, അത് മുബ്തദയാക്കിയിട്ട് ഖബർ മഹ്ദൂഫാക്കാം. അത് വഫീ കൗനി അയ്യിഹിമ ഔലാ ഖിലാഫുൻ. മുഖദ്ദിമത്തുൻ എന്നതിനെ മുബ്തദയാക്കലാണോ ഔല, അതല്ല കളയപ്പെട്ടൊരു മൂത്താന്റെ ഖബറാക്കലാണോ ഔല, അതിൽ ഖിലാഫുള്ള കാര്യമാണ്. പക്ഷെ മഷ്ഹൂർ എന്താണ്? ആദിഹി മുഖദ്ദിമത്തുൻ. ഇനി മഅ്ദൂഫായ ഫീലിന്റെ മഫൂലായിട്ട് നെസ്ബും വായിക്കാന്ന അദ്കുറു ലക മുഖദ്ദിമത്തൻ എന്ന്. നെസ്ഉൽ ഖാഫിദായിട്ടും നെസ്ബ് വായിക്കാന്നുണ്ട്. ഉൻദുറു ഫീ മുഖദ്ദിമത്തിൻ, അവിടെ ഫീനൊക്കെ ഒരു മുഖദ്ദിമയിലേക്ക് നീ ഒന്ന് നോക്ക്, അല്ലെങ്കിൽ അൻദുറു ഫീ മുഖദ്ദിമത്തിൻ, അവിടെ നസുൽ ഖാഫിദായിട്ട്. പക്ഷെ അത് സമാഇയാണ് എന്ന് മാത്രം. ഇനി അവിടെ എന്ത് ചെയ്യാം? വഇന്നുദിഫൻ നസ്ബു ലിൽ മുൻജദ്ദി നഖ്ലൻ വഫി അന്നാ വഅയ്യതരിദു മഅബ്നി ലബ്സിൻ ഖഅജിബതു അയ്യദു. ഖാഫിൽ ജർറ് ദർഫിനെ കളഞ്ഞാൽ നസ്ബ് ചെയ്യാം, അത് സമാഇ ആണ്. ജർറും ചെയ്യാം നസ്ഉൽ ഖാഫിദായിട്ട്. ജർറിന്റെ ദർഫിനെ കളഞ്ഞിട്ട് ജർറിന്റെ മേൽ നിലനിർത്തുകയും ചെയ്യാം, അത് ഷാദുമാണ്. അശാറത്ത് കുലൈബിൻ ബിൽ അഖുഫിൽ അസാബിഉ, അത് ഷാദാണ്. നസ്ബ് ചെയ്യലോ ജർറിന്റെ ദർഫിനെ കളഞ്ഞിട്ട് നസ്ബ് ചെയ്യല് എന്താണ്? ആ ജറിന്റെ അർഫിനെ കളയൽ എന്താണ്? അത് സമാഇയാണ്. പിന്നെ ജറ് ചെയ്യല് ഷാദുമാണ്. സമാഇയാകുമ്പോൾ ആ വന്നതിന്മേൽ ചുരുക്കണം. ഇവിടെ മുഖദ്ദിമത്തിൻ എന്ന് നസ്ഉൽ ഖാഫിലായിട്ട് ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് അത് വന്നോടത്ത് മാത്രമേ ആ സമാഇ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഇപ്പോ ഫഅല യഫ്അലു ഫിഇല്, ഫഅല യഫ്അലുന്റെ മസ്ദർ ഫിഇല് നമുക്ക് ഉപയോഗിക്കാം. മറ്റൊരു മുതഅദ്ദിയായ ഫഅലിന്റെ മസ്ദർ വാരിദാകാത്തത്, വാരിദായത് സമാഇയായിട്ട് വന്നത്, നഖലായിട്ട് വന്നത്, അങ്ങനെ ഉപയോഗിക്കാം. അലിമ യഅലമു ഇൽമ്, അത് വരേണ്ടത് അൽമാണല്ലോ, പക്ഷെ ഇൽമാണ് വാരിദ്. അപ്പൊ നമുക്ക് ഇൽമു ഉപയോഗിക്കാം. വന്നത് അലിമ യഅലമുന്റെ മസ്ദർ ഇൽമ് എന്ന് വന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഫഅല യഫ്അലുന്റെ മസ്ദർ ഫിഇല് എന്ന് വന്നതുകൊണ്ട് നമുക്ക് ഫിഇല് ഉപയോഗിക്കാം. അവിടെ ഫഅല് ഉപയോഗിക്കൽ അത്ര ശരിയല്ല. ഫഅല യഫ്അലുന്റെ മസ്ദർ ഫഅലി എന്ന് വാരിദാകാത്തത് കൊണ്ട്, വാരിദായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് വാരിദ് ഞാൻ കണ്ടിട്ടില്ല എന്നർത്ഥം. മറ്റുള്ള ഉസ്താദുമാര് ചിലപ്പോ കണ്ടിരിക്കാം. അതേസമയത്ത് ഫിഇല് വാരിദായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഫിഇല് എന്ന് വന്നിട്ടുണ്ട്. ഖുർആനിൽ ഫഅല് വന്നതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. ഖുർആനിൽ വന്നത് ഫഅല യഫ്അലുന്റെ മസ്ദർ ഫിഇല് ആണ്. ഖുർആനാണല്ലോ ഏറ്റവും വലിയ ബലാഗത്തുള്ള കലാമ്. ഫസാഹത്തും ബലാഗത്തും അയിലാ തറുഫാണല്ലോ. പിന്നെ അപ്പൊ മുഖദ്ദിമത്തുൻ
മുഖദ്ദിമത്തുൻ മുഖദ്ദിമത്തൻ മുഖദ്ദിമത്തിൻ മുഖദ്ദിമഹ് വഖഫായിട്ടും വായിക്കാന്ന. എന്താ, അതൊരു ഒറ്റ ലഫ്ളായതുകൊണ്ട് അത് പലതിനാൽ മറ്റൊന്നോടുകൂടെ ഒരു ആമിലോടുകൂടെ മുറക്കബാക്കപ്പെട്ട ലഫ്ളല്ല. അത് അലിഫ് ലാം മീം എന്ന് പറയും പോലെ തന്നെ ബൈദാവിയിലെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പിന്നെ അവകളെ വഇൻ ജഅൽതഹ അബ്ആല കലിമാത്തിൻ ഔ അസ്വാത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്കുകയാണെങ്കിൽ അവിടെ ഇറാബിനാൽ മഹല്ലില്ല എന്നുണ്ട്. ലിഅന്നഹ മുനസ്സലത്ത ഹുറൂഫി തൻബീഹി ലം യകുൻ ലഹാ മഹല്ലുൻ മിനൽ ഇറാബി. മഅദൂദത്തായ മുഫ്രദാത്തുകളെപ്പോലെ വാഹിദ് ഇസ്നൈനി സലാസത്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ മുഖദ്ദിമഹ് എന്നും പറയാം. മുഖദ്ദിമത്തുൻ ഇതൊരു മുഖദ്ദിമയാണ്. അപ്പൊ 4 നിലക്കാട് വായിക്കാം എന്നുണ്ട്. റത്തബ മുസന്നിഫ് തർത്തീബാക്കി അൽ മുഖ്തസറ. ഈ മുഖ്തസറിനെ മുസന്നിഫ് തങ്ങൾ ക്രമീകരിച്ചു. അലാ മുഖദ്ദിമത്തിൻ ഒരു മുഖദ്ദിമയിലും വസലാസത്തി ഫുനൂനിൻ 3 ഫന്നുകളിലും അതിനെ തർത്തീബാക്കി ഈ മുഖ്തസറിനെ. കാരണം ലിഅന്നൽ മദ്കൂറ ഫീഹി ഈ മുഖ്തസറിൽ പരാമർശിക്കപ്പെടുന്ന കാര്യം ഇമ്മാ അയ്യക്കൂന ആ മദ്കൂറായേക്കാം മിൻ ഖബീലിൽ മഖാസിദി ബിദ്ദാത്ത് മഖ്സൂദുകളുടെ ഇനങ്ങളിൽപ്പെട്ടതായേക്കാം. ഫീ ഹാദൽ ഫന്നി ഈ ഫന്നിൽ ബിദ്ദാത്ത് മഖ്സൂദിന്റെ കബീലയിൽപ്പെട്ടതായേക്കാം. ഔല അല്ലെങ്കിൽ ബിദ്ദാത്ത് മഖ്സൂദിന്റെ ഇനത്തിൽപ്പെട്ടത് ആകാതിരുന്നേക്കാം. അസ്സാനി അൽ മുഖദ്ദിമത്തു രണ്ടാമത്തത് മുഖദ്ദിമയാണ്. അതായത് മുഖദ്ദിമ മഖ്സൂദാണ്, പക്ഷെ ബിദ്ദാത്ത് മഖ്സൂദല്ല, ബിത്തബ മഖ്സൂദാണ്. വല്ലവ്വലു ഒന്നാമത്തത്, അതായത് മഖ്സൂദുകളുടെ കബീലയിൽപ്പെട്ടത്, അതാണ് ഒന്നാമത്തത്. ഇനി അവ്വൽ എന്ന് പറഞ്ഞാൽ മതി. ഇൻകാന ആ അവ്വലാണെങ്കിൽ മഖ്സൂദുകളുടെ കബീലയിൽപ്പെട്ടത് ആണെങ്കിൽ, അല്ല ഇൻകാന അവ്വലാണെങ്കിൽ എന്നല്ല, ഇൻകാനൽ ഖറളു മിൻഹു ആ അവ്വലിനാലുള്ള ഖറള് ആണെങ്കിൽ അൽ ഇഹ്തിറാസ അനിൽ ഖതഇ ഫീ തഅദിയത്തിൽ മഅനൽ മുറാദി ഉദ്ദേശിക്കപ്പെട്ട മഅനയെ വീട്ടുന്നതിലുള്ള ഖതഇനെ തൊട്ട് ഇഹ്തിറാസ് ചെയ്യലാണെങ്കിൽ, സൂക്ഷിക്കലാണെങ്കിൽ ഫഹുവൽ ഫന്നുൽ അവ്വലു അത് ഒന്നാം ഫന്നാണ്, അതായത് ഇൽമുൽ മആനിയാണ്. വഇല്ല മുറാദായ മഅനാനെ വീട്ടുന്നതിലുള്ള ഖതഇനെ തൊട്ട് സൂക്ഷിക്കലല്ല, അവിടെ നോക്കണം. ഫഇൻകാനൽ ഖറളു മിൻഹു ആ അവ്വലിനാലുള്ള ഖറള് ആണെങ്കിൽ അൽ ഇഹ്തിറാസ അനി തഅക്കീദിൽ മഅനവി മഅനവി ആയ തഅക്കീദിനെ തൊട്ട് സൂക്ഷിക്കലാണെങ്കിൽ ഫഹുവൽ ഫന്നു സാനി അപ്പോൾ അത് രണ്ടാം ഫന്നാകുന്നു. വഇല്ല അങ്ങനെയും അല്ലെങ്കിൽ, അതായത് മുറാദായ മഅനയെ വീട്ടുന്നതിലുള്ള ഖതഇനെ തൊട്ട് സൂക്ഷിക്കലല്ല, അതേപോലെ എന്തല്ല മഅനവിയായ തഅക്കീദിനെ തൊട്ട് സൂക്ഷിക്കലുമല്ല ഒന്നാമത്തത് കൊണ്ടുള്ള ഖറള്. എന്നാൽ ഫവൽ ഫന്നു സാലിസു അത് മൂന്നാം ഫന്നാണ്. അപ്പൊ ഇൽമുൽ മആനി ഒന്നാം ഫന്ന്, ഇൽമുൽ ബയാൻ രണ്ടാം ഫന്ന്, ഇൽമുൽ ബദീ മൂന്നാം ഫന്ന്, ഒരു മുഖദ്ദിമയും. ഇങ്ങനെ മുസന്നിഫ് ക്രമീകരിച്ചു. അപ്പോൾ മുഖ്തസറിൽ ഒരു മുഖദ്ദിമ, 3 ഫന്നുകൾ വിവരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഖാത്തിമയും ഉണ്ട്. വജഅലുൽ ഖാത്തിമത്തി ഖാരിജത്തൻ അൽ ഖാത്തിമത്തിനെ
ഖാരിജത്തും വനിൽ ഫന്നി സാലിസി മൂന്നാം ഫന്നിൽ നിന്ന് ഖാരിജാക്കല് അത് വഹമുൻ അത് ചിലരുടെ ചില തെറ്റിദ്ധാരണകളാണ്, അത് ശരിയല്ല. മുസന്നിഫ് അതിനെ മൂന്നാം ഫന്നിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്, പുറത്താക്കിയിട്ടില്ല. അത് പുറത്താണെന്ന് ചിലരുടെ വാദം അത് ശരിയല്ല, അത് പിഴവാണ് ആ വാദം. കമാ സനുബയ്യിനു ഇൻഷാ അല്ലാഹു തആല. പിന്നെ വലമ്മൻ ജറ കലാമുഹു മുസന്നിഫിന്റെ കലാമ് വലിഞ്ഞുകൂടി ചെന്നെത്തിയപ്പോൾ ഫി ആഖിരി ആദിഹിൽ മുഖദ്ദിമത്തി ഈ മുഖദ്ദിമയുടെ അവസാനത്തിൽ ആഖിറിൽ ചെന്നെത്തി. എന്തിലേക്ക് ചെന്നെത്തി? ഇലൻഹിസാരിൽ മഖ്സൂദി ഫിൽ ഫുനൂനി സലാസത്തി ഈ ഫന്നിലുള്ള ബിന്ദാത്ത് ഈ കിതാബ് മുഖ്തസറിലുള്ള ബിന്ദാത്ത് മഖ്സൂദ് 3 ഫന്നിൽ നിക്ഷിപ്തമാണ് എന്നതിലേക്ക് ചെന്നെത്തിയപ്പോൾ നാസബദിക്റുഹ ആ ഫന്നുകളെ പരാമർശിക്കൽ യോജിച്ചു. ബി തരീഖി തഅരീഫിൽ അഹിദിയി അഹിദിയായ തഅരീഫിന്റെ രീതിയിൽ അതിനെ പറയൽ എന്തായി യോജിച്ചു. ബിഖിലാഫിൽ മുഖദ്ദിമത്തി മുഖദ്ദിമക്ക് എതിര്. അഹ്ദിന്റെ അലിഫ്ലാം അൽഹറുഫു തഅരീഫിൻ അവിൽ അൽഹറുഫു എന്ന് പറഞ്ഞാൽ الحرف تأليف أو اللام فقط فنمط عرفت قل فيهن مط ألف لام അല്ല് തഅരീഫിന്റെ റഫാണ്, അല്ലെങ്കിൽ ലാമ്. അവിടെ ശറഹിൽ പറഞ്ഞിട്ടുണ്ട് അൽഫിയയില്, അൽഫിയ ബൈത്തിന്റെ ശറഹില് വൽ അഹ്ദിയു ഇമ്മാ ദിക്രിയുൻ ഔ ദിഹിനിയുൻ ഔ ഹുനൂരിയുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അഹ്ദിയായ അലിഫ്ലാമിനെ അവിടെ ഈ ബൈത്തിന്റെ ശറഹിൽ 3 ആക്കി വിഭജിച്ചിട്ടുണ്ട്. ദിക്രിയ്, ദിഹിനിയ്, ഹുനൂരിയ്. ആ ദിക്രി തന്നെ ശരീഹൻ ദിക്രിയുമാവാം കിനായത്തൻ ദിക്രിയുമാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദിഹിനിയായ അലിഫിലാമ് ദിഹിനിയായ അഹ്ദിൻ്റെത് അത് തന്നെയാണ് നെഹ്വീങ്ങളുടെ അടുക്കൽ ഇൽമിയ്. അത് അഹ്ദിയ് ദിക്രിയാണ്, ദിഹിനിയുമാണ്. ഈ ദിഹിനിയ് തന്നെയാണ് അവരുടെ അടുക്കൽ നെഹ്വീങ്ങളുടെ അടുക്കൽ ഇൽമിയ് എന്ന് പറയുന്നത്. ബയാനിക്കാരുടെ അടുക്കൽ ദിഹിനിയ് വേറെയാണ്, ഇൽമിയ് മറ്റൊന്നാണ്. പിന്നെ ഈ ദിക്രിയ് ശരീഹൻ ദിക്രിയുമാവാം കിനായത്തും ദിക്രിയുമാവാം. അതെല്ലാം മുഖ്തസറിലും പറയുന്നുണ്ട്. അഹ്വാലുൽ മുസ്നദ് ഇലൈഹിന്റെ അവിടെയുള്ള പരാമർശങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. എന്ന് വബില്ലാമി ലിൽ ഇശാറത്തി ഇലാ മഅഹൂദിൻ ഒരു മഅഹൂദിലേക്ക് ഇശാറത്ത്. ആരുടെ അടുക്കൽ മഅഹൂദ്? ബൈനൽ മുത്തക്കല്ലിമി വൽ മുഖാത്തബീന. അപ്പോൾ മുത്തക്കല്ലിമിന്റെ അടുക്കലും മുഖാത്തബിന്റെ അടുക്കലും നേരത്തെ അറിഞ്ഞതായ ഒരു കാര്യത്തിനെ മഅരിഫിയാക്കി കൊണ്ടുവരിക. അഹ്ദിന്റെ അൽഫിലാമുണ്ട്. ബിതരീഖി തഅരീഫിൽ അഹ്ദിയി മുത്തക്കല്ലിമു മുഖാത്തബ് എന്നിവരുടെ അടുക്കൽ നേരത്തെ അറിഞ്ഞതായ കാര്യത്തിനെ മഅരിഫിയാക്കി കൊണ്ടുവരൽ എന്ന രീതിയിലൂടെ ഇതിനെ പറയലെന്തായി മുനാസബത്ത് യോജിച്ചു. രണ്ടാൾക്കും അറിയാം എന്ത് ഈ ഫന്നുകളെപ്പറ്റി. കാരണം തഹ്ഖീഖൻ അൽ ഫന്നുൽ അവ്വലു ഒന്നാം ഫന്ന് രണ്ടാം ഫന്ന് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും 3 വിഷയത്തിൽ ഇത് മുൻഹസിറാണ് എന്ന പരാമർശത്തിൽ നിന്ന് 3 ഫന്നുണ്ട് എന്ന് കിട്ടി. അപ്പോൾ നേരത്തെ അറിയപ്പെട്ട ആ 1-ാം ഫന്ന്, നേരത്തെ അറിയപ്പെട്ട ആ 2-ാം ഫന്ന് മഅരിഫിയാക്കി കൊണ്ടുവരാൻ ഇവിടെ അവസരം ലഭിച്ചു. അതേസമയത്ത് ബിഖിലാഫിൽ മുഖദ്ദിമത്തി
മുഖദ്ദിമത്തുൻ എന്ന് പറഞ്ഞ അതിനെതിരെ, അത് ആദ്യം പരാമർശമില്ല, സരീഹൻ ഇല്ല, കിനായത്തായ നിലക്കുമില്ല. അതുകൊണ്ട് അതിനെ നെക്കിറയാക്കി. നമ്മളെ ഈ ശറഹ് തഹ്ദീബിൽ പറഞ്ഞിട്ടുണ്ട്, അൽ ഖിസ്മുൽ അവ്വൽ ഫിൽ മന്തിഖി മുഖദ്ദിമത്തുൻ എന്ന് പറഞ്ഞു. അവിടെ അത് മുസന്നിഫ് നമ്മുടെ ഷാരിഹാൻ അവിടെ മാറ്റിന് അൽ ഖിസ്മുൽ അവ്വൽ ഫിൽ മന്തിഖി മുഖദ്ദിമത്തുൻ. അവിടെ ഷാരിഹി തന്നെ അൽ ഖിസ്മുൽ അവ്വൽ ഇത് മഅരിഫയാക്കി പറഞ്ഞു. തഫ്താസാനി റഹിമഹുള്ള മുഖദ്ദിമത്തുൻ നെക്കിറയാക്കി പറഞ്ഞു. ശറഹ് തഹ്ദീബിൽ അത് വിശദീകരിക്കുന്നുണ്ട് ഷാരിഹ്. ലമ്മാ ഉലിമ ളിംനൻ ഫീ ഖൗലിഹി ഫീ തഹ്രീരിൽ മന്തിഖി വൽ കലാമി, ഫീ തഹ്രീരിൽ മന്തിഖി വൽ കലാമി എന്ന് നേരത്തെ പറഞ്ഞ ആ കൗലിൽ നിന്ന് ളിംനൻ അറിയപ്പെട്ടപ്പോൾ എന്തറിയപ്പെട്ടു? അന്ന കിതാബഹു അലാ ഖിസ്മൈനി, രണ്ട് കിസ്മിന്റെ മേൽ ആണെന്ന് അറിയപ്പെട്ടു. രണ്ട് കിസ്മിന്റെ മേലെന്ന് ആദ്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ഫീ തഹ്രീരിൽ മന്തിഖി വൽ കലാമി എന്ന് പറഞ്ഞതുകൊണ്ട് കിട്ടി കിതാബ് രണ്ട് കിസ്മാണെന്ന്. അതുകൊണ്ട് ലം യുഹ്തജ് ഇല തശ്രീഹി ബിഹാദ, കിതാബ് രണ്ട് കിസ്മാണെന്ന് പിന്നെ വ്യക്തമാക്കലിലേക്ക് ആവശ്യം വന്നില്ല. അതുകൊണ്ട് ഫസഹ തഹ്രീഫുൽ ഖിസ്മിൽ അവ്വലി, ഒന്നാം കിസ്മിനെ മഅരിഫയാക്കൽ സഹിയായി. ഒന്നാം ഫന്ന് അൽ ഫന്നുൽ അവ്വലു മഅരിഫയാക്കൽ സഹിയായതുപോലെ. കാരണം മുത്തക്കല്ലിമും മുഖാത്തുബ് രണ്ടു കൂട്ടർക്കും അറിയാം ഈ ഒന്നാം ഫന്ന് ഏതാണെന്ന്. എന്താണ് ഒന്നാം ഫന്ന് എന്ന് പറഞ്ഞാൽ അന്തം വിട്ടു നോക്കുക, അന്തം വിടുകയൊന്നുമില്ല, മനസ്സിലായതാണ്. മുമ്പുള്ള പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലായതുകൊണ്ട് മൈരിഫയാക്കി. എന്നിട്ട് അവിടെ പറഞ്ഞു ശറഹ് തഹ്ദീബില് വഹാദാ ബിഖിലാഫിൽ മുഖദ്ദിമത്തി ഫഇന്നഹാ ലം യുഅലം വജൂദുഹാ സാബിഖൻ ഫലം തകുൻ മഅഹൂദത്തൻ ഫലിദാ നക്കറഹ വഖാല മുഖദ്ദിമത്തുൻ. ഉണ്ടോ? അവിടെ അൽ ഖിസ്മുൽ അവ്വലു എന്ന് ലിംനൻ അറിയപ്പെട്ടതുകൊണ്ട് മഅരിഫയാക്കിയതുപോലെ അൽ ഫന്നുൽ അവ്വലു അൽ ഫന്നു സാനി എന്നൊക്കെ മുഖ്തസറിലും മഅരിഫയാക്കിയിട്ടുണ്ട്. മുഖദ്ദിമത്തിന് മുമ്പ് പരാമർശമില്ലാത്തതുകൊണ്ട് അതിനെന്താക്കിയില്ല, മഅരിഫയാക്കിയില്ല. ബിഖിലാഫിൽ മുഖദ്ദിമത്തി, മുഖദ്ദിമക്ക് എതിര്. ഫഇന്നഹു കാര്യം ലാ മുഖ്തദിയ ലി ഈറാദിഹ, തഫ്താസാനി റഹിമഹുള്ള പറയുകയാണ്, ഈ മുഖദ്ദിമിയെ കൊണ്ടുവരലിന് ഒരു മുഖ്തദിയില്ല. ബിലഫ്ദിൽ മഅരിഫത്തി, മഅരിഫത്തിന്റെ ലഫ്ദ് കൊണ്ട് കൊണ്ടുവരാൻ ഒരു വകുപ്പും ഇല്ല, ഒരു ന്യായവുമില്ല. ഫി ഹാദൽ മഖാമിൽ വൽ ഖിലാഫു, അഭിപ്രായങ്ങൾ, ഫി അന്ന തൻവീനഹ, മുഖദ്ദിമത്തുൻ എന്ന കലിമത്തിലുള്ള തൻവീൻ ലിത്തഅലീമി, അത് തഅലീമിനുള്ളതാണോ അവി തഖ്ലീലി, അതോ തഖ്ലീലിനുള്ളതാണോ എന്ന അഭിപ്രായങ്ങൾ മിമ്മാ ലാ യംബഗി അൻ യഖഅ ബൈനൽ മുഹസ്സിലീന, ഈ ഫന്നുകളെ ഹാസിലാക്കുന്നവരുടെ ഇടയിൽ, അല്ലെങ്കിൽ ഹാസിലാക്കിയവരുടെ ഇടയിൽ, അല്ലെങ്കിൽ ഹാസിലാക്കാൻ ഉദ്ദേശിച്ചവരുടെ ഇടയിൽ ഉണ്ടാകാൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽപ്പെട്ടതാ. മുഖദ്ദിമ ഒരു മഹത്തായ മുഖദ്ദിമയായാലും ഒരു ചെറിയ മുഖദ്ദിമയായാലും മുഖദ്ദിമ എന്തിനാണ്? അതാണ് ഇവിടുത്തെ ഉദ്ദേശം. മുഖദ്ദിമ എന്തിന് കൊണ്ടുവന്നു അതാണ് ഇവിടുത്തെ ലക്ഷ്യം എന്നല്ലാതെ അത് ഒരു വലിയ മുഖദ്ദിമയാണോ ചെറിയ മുഖദ്ദിമയാണോ എന്ന് പറഞ്ഞിട്ട് അത് തഅലീമിന്റെ തൻവീനാണ്, അല്ല തഹ്കീറിൻ്റെതാണ്, അല്ല തഖ്ലീലിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ശാരിഹ് തങ്ങൾ പറയുന്നത്. അത് വലുതാവട്ടെ, മഹത്തമായതാവട്ടെ, ചെറുതാവട്ടെ, എന്തോ ആവട്ടെ. വൽ മുഖദ്ദിമത്തു, ഈ മുഖദ്ദിമത്തെന്ന ലഫ്ദ് കിതാബിന്റെ മുമ്പ് മഖ്സൂദിന്റെ മുമ്പ് പറയുന്ന ബിദ്അത്ത് മഖ്സൂദിന്റെ മുമ്പുള്ള ഈ മുഖദ്ദിമത്ത് അത് മഅഖൂദത്തുൻ മിൻ മുഖദ്ദിമത്തിൽ ജയ്ഷി, മുഖദ്ദിമത്തുൽ ജയ്ഷ് എന്ന അവരുടെ കൗലിൽ നിന്ന് പിടിക്കപ്പെട്ടതാ. അതാർക്കാ മുഖദ്ദിമത്തുൽ ജയ്ഷ് എന്ന് പറയുന്നത്? ലിൽ ജമാഅത്തിൽ മുതഖദ്ദിമത്തി മിന്ന, സൈന്യത്തിൽ നിന്നും മുന്നിലുള്ള ഒരു സംഘം, ഒരു വിഭാഗം. ആ വലിയ കൊടിയും പിടിച്ച് നടക്കുന്ന നമ്മളെ നേതാക്കന്മാരുണ്ടല്ലോ,
റാലി പോകുമ്പോൾ വലിയ ഉസ്താദുമാര് സാദാത്യങ്ങളും മുന്നിൽ വലിയ കൊടി പിടിച്ച് നടക്കും. അതിന്റെ തൊട്ട് പിന്നിൽ മറ്റു ചിലര് ജില്ലാ നേതാക്കന്മാര്, സ്റ്റേറ്റ് നേതാക്കന്മാര് മുന്നിലുണ്ടാവും. അതിന്റെ തൊട്ട് പിന്നിൽ ഒരു ജില്ലാ നേതാക്കന്മാർ, അതിന്റെ തൊട്ടു പിന്നിൽ താലൂക്ക് നേതാക്കന്മാർ. അങ്ങനെ മുന്നിലുള്ളവർ ആണ് ഈ മുഖദ്ദിമത്തുൽ ജയ്ഷ്. അവരുടെ മുന്നിൽ ആർക്കും നടക്കാൻ പറ്റൂല. അവര് പോകുന്ന വഴിയിലൂടെ പോകാൻ പറ്റുള്ളൂ. അവർക്കാണ് എന്ത് പറയുന്നത്? മുഖദ്ദിമത്തുൽ ജയ്ഷ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പഠിച്ചതാ ശരീരത്തിൽ കിതാബിന്റെ മുന്നിലുള്ളത് എന്നർത്ഥം. ലിൽ ജമാഅത്തിൽ മുത്തഖദ്ദിമത്തി മിൻഹ മിൻ ഖദ്ദമ ബിമാന തഖദ്ദമ. തഖദ്ദമന്റെ മാനാക്കുള്ള ഖദ്ദമ. അപ്പൊ ഖദ്ദമ ഫഅല വസ്ന് തഫഅലന്റെ മാനാക്ക്, അതായത് തഫഅല വസ്ന് തഖദ്ദമന്റെ മാനാക്ക് ലാസിമായ മാനാക്കും ഖദ്ദമ വരും. പിന്നെ ഫഅല മുത്തഅദ്ദിയായ ഫീലായിട്ടും വരും, ലാസിമായ ഫീലായിട്ടും ഖദ്ദമ വരും എന്ന് മനസ്സിലായി. എല്ലാ ഫഅല കണ്ടാലൊക്കെ മുത്തഅദ്ദിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ. അത് ലാസിമായിട്ടും വരും. സാദ പോലെ സാദ മുത്തഅദ്ദിയായിട്ടും വരുന്നുണ്ട്, ലാസിമായിട്ടും വരുന്നുണ്ട്. സാദ എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചു, വർദ്ധിച്ചു, ജാസ്തിയാക്കി, ജാസ്തിയായി എന്നൊക്കെ രണ്ട് മാനാക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ബിമാന തഖദ്ദമ യുക്കാലു മുഖദ്ദിമത്തുൽ ഇൽമ് എന്ന് പറയപ്പെടും. മുഖദ്ദിമത്തുൽ ഇൽമ് ലിമാ യതവഖഫു അലൈഹി ശുറൂഉ ഫീ മസായിലിഹി. ലിമാ ഒന്നിന് യതവഖഫു അലൈഹി, ആ ഒന്നിന്റെ മേൽ ആശ്രയിക്കും എന്ത്? അശ്ശുറൂഉ ഫീ മസായിലിഹി, ആ ഇൽമിന്റെ മസായിലിൽ, അതിന്റെ കായിദകളിൽ, അതിന്റെ ജുസ്ഇയ്യായ മസ്അലകളിലും എല്ലാ അതിന്റെ എല്ലാ മസ്അലകളിലും പ്രവേശിക്കൽ ഏതൊന്നിന്റെ മേൽ ആശ്രയിക്കുന്നുവോ ആ ഒന്നിന് മുഖദ്ദിമത്തുൽ ഇൽമ് എന്ന് പറയാറുണ്ട്. മുഖദ്ദിമത്തുൽ കിതാബ് എന്നും പറയാറുണ്ട്. ലി ത്വായിഫത്തിൻ മിൻ കലാമിഹി, കിതാബിന്റെ കലാമിൽ നിന്നുള്ള ഒരു ത്വായിഫത്തിലേക്ക്, ഒരു വിഭാഗത്തിന്. അത് ഖുദ്ദിമത്ത് അമാമൽ മഖ്സൂദി, മഖ്സൂദിന്റെ മുന്നിൽ അതിനെ കൊണ്ടുവന്നു, മുന്തിക്കപ്പെട്ടു. ലിർത്തിബാത്തിൽ ലഹു ബിഹ, ഈ മഖ്സൂദിന് ആ തായിഫത്തുമായി അല്ലെങ്കിൽ ആ മുഖദ്ദിമത്തുമായി ബന്ധം ഉണ്ടായതിനു വേണ്ടി, വന്ദിഫാഇൻ ബിഹാ ഫീഹി, ആ തായിഫത്ത് ആ മുഖദ്ദിമ കൊണ്ട് ഈ മഖ്സൂദിൽ ഉപകാരം ഉണ്ടായതിനു വേണ്ടിയും. മുഖദ്ദിമത്തുൽ ഇൽമ് മുഖദ്ദിമത്തുൽ കിതാബിന്റെ ഇടയിലുള്ള ഫർക്കാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ മുഖദ്ദിമത്തുൽ കിതാബില് ശുറൂഉ തവഖുഫാകണമെന്നില്ല. മുഖദ്ദിമത്തുൽ ഇൽമ് ശുറൂഉ തവഖുഫാണ്. മുഖദ്ദിമത്തുൽ കിതാബിന് ശുറൂഉ തവഖുഫ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്തുണ്ട്? ഒരു ബന്ധമുണ്ടാവും, മഖ്സൂദുമായി ചില ബന്ധങ്ങൾ ഉണ്ടാവും മുഖദ്ദിമത്തുൽ കിതാബിന്. വഹിയ, ഈ മുഖദ്ദിമ, ഹാവുന, ഈ മുഖ്തസറിൽ, ലി ബയാനി മഅനൽ ഫസാഹ വൽ ബലാഗ, ഫസാഹത്തിന്റെയും ബലാഗത്തിന്റെയും മഅനയെ ബയാൻ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ എന്തിനു വേണ്ടിയുമാണ്? വൻഹിസാരി ഇൽമിൽ ബലാഗത്തി ഫി ഇൽമിൽ ബയാനി വൽ മആനി, ബലാഗത്ത് എന്ന ഇൽമ് ഇൽമുൽ ബയാനിലും ഇൽമുൽ മആനിയിലും മുൻഹസിറാണ് എന്ന് ബയാൻ ചെയ്യാൻ വേണ്ടിയുമാണ്. പിന്നെ ഉമായുലായിമു ദാലിക, അതിനോട് മുലായിമായ മറ്റുള്ള ചില കാര്യങ്ങളെ ബയാൻ ചെയ്യാൻ വേണ്ടിയും. അതേതാണ്? ഇൽമുൽ ഫസാഹത്തും ബലാഗത്തും തമ്മിലുള്ള നിസ്ബ, അതൊക്കെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്.
വലാ യഖ്ഫാ വജ്ഹു ഇർതിബാത്തിൽ മഖാസിദി ബിദാലിക, മഖ്സൂദുകൾ അതുമായിട്ടുള്ള ബന്ധത്തിന്റെ വജ്ഹ് ഖഫിയല്ല. മഖ്സൂദിന് ഈ ഫസാഹത്തിന്റെ മഅനയും ബയാൻ ചെയ്യലും ബലാഗത്തിന്റെ മഅന ബയാൻ ചെയ്യലും ഇൽമുൽ ബലാഗത്ത് ഇൽമുൽ ബയാനിലും ഇൽമുൽ മആനിലും മുന്നസിറായത് മനസ്സിലാകലും ഒക്കെ മഖ്സൂദുമായി ബന്ധം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വലാ യഖ്ഫാ വജ്ഹു ഇർതിബാത്തിൽ മഖാസിദി, മഖ്സൂദിന്റെ ഇർതിബാത്ത് ബന്ധത്തിന്റെ ന്യായം വജ്ഹ് ഖഫിയല്ല ബിദാലിക, ഈ പറഞ്ഞതുമായി. വൽ ഫർഖു ബൈന മുഖദ്ദിമത്തിൽ ഇൽമി വ മുഖദ്ദിമത്തിൽ കിതാബി, മുഖദ്ദിമത്തുൽ ഇൽമിന്റെയും മുഖദ്ദിമത്തുൽ കിതാബിന്റെയും ഇടയിലുള്ള ഫർഖ് മിമ്മാ ഖഫിയ അലാ കസീരിൻ മിനന്നാസ്, അന്നാസിൽ നിന്ന് അധികരിച്ചവരുടെ മേലും ഖഫിയായതിൽ അവ്യക്തമായതിൽ പെട്ടതാണ്. എന്താ മുഖദ്ദിമത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഇസ്മുല്ലി മജ്മൂഇ ത്വായിഫത്തി മിനൽ കലാമിൽ ലഫ്ദിയി ലത്തി യുഖദ്ദിമുഹൽ മുസന്നിഫു അമാമൽ മഖ്സൂദിൽ ഇർതിബാത്തി ലഹു ബിഹാ. പിന്നെ ഫർക്ക് നേരത്തെ ഷാരി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി സംശയമുള്ളവർക്ക് പിന്നെ അതിൽ സംശയത്തിന് വകുപ്പില്ലല്ലോ. പിന്നെ അൽ ഫസാഹത്തു യൂസഫ് ബിഹൽ മുഫറദു വൽ കലാമു, അൽ ഫസാഹത്തു ഫസാഹത്താകുന്നത് വഹിയായി ഫസാഹത്ത് ഫിൽ അസ്ലി, അസ്ലിൽ തുംബിഉ അനിൽ ളുഹൂരി വൽ ഇബാനത്തി, ളുഹൂർ വെളിവാവൽ അത്വ തഫ്സീറാണ്. വൽ ഇബാനത്തി, ഇബാനത്തിന്റെ മേലിലും ളുഹൂറിന്റെ മേലിലും അറിയിക്കുന്ന ഒന്നാണ് ഫസാഹത്ത്. അത് വെളിവാവുക. ഇനി വെളിവാക്കൽ എന്ന് വെച്ചാലും പ്രശ്നമല്ല. ഇബാനത്തിന് അബാനന്റെ മസ്തുറും ആക്കാം, ബാനന്റെ മായനാക്കുള്ള അബാനയുമാക്കാം. നേരത്തെ പറഞ്ഞ മാതിരി കദ്ദമ തക്കദ്ദമന്റെ മായനാക്ക് വന്നു എന്ന് പറയും പോലെ ഇവിടെ അബാന ബാനന്റെ മായനാക്കും വന്നു. അപ്പൊ ഇവിടെ അത്ഫ് തഫ്സീർ, അത്ഫ് മുറാദിഫാവും. അത്ഫ് ലാസിമാവുമ്പോൾ ഇബാനത്തിന് മറ്റേ ഇഫ്ആല് മസ്ദർ അഫ്അല യുഫ്ഇലു, അതിന്റെ ആ മുതഅദ്ദിയായ അബാന വെളിവാക്കി എന്നർത്ഥത്തിന്. അപ്പൊ അത്ഫ് ലാസിബ്, മറ്റേത് അത്ഫ് മുറാദിഫ്. വെളിവാവുക. യൂസഫ് ബിഹൽ മുഫറദു, അതൊരു ലുഗവിയായ മഅന ഹക്കീക്കിയായ മഅനയാണോ മജാസിയായ മഅനയാണോ എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ളുഹൂർ ഇബാനത്തിന്റെ മേൽ അറിയിക്കും എന്ന് പറഞ്ഞതാണ്. ഒരുപാട് മഅനകൾ അതിന് പറഞ്ഞിട്ടുണ്ട്. ഹക്കീക്കിയ മഅനയും മജാസിയ മഅനയും പറഞ്ഞിട്ടുണ്ട്. എല്ലാ മഅനാക്കും ആമായൊരു മഅനയാണ് ളുഹൂർ ഇബാനത്ത് എന്നുള്ളത്. അതാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഒരു വെളിവാവലും വെളിവാക്കലും ഈ ഫസാഹത്തിലുണ്ട്. അത്ര മനസ്സിലാക്കിയാൽ മതി. അവിടെ ഫസാഹത്തിന് ഇസ്തിലാഹിയ മഅനയുമായിട്ടൊരു മുനാസബത്തുമുണ്ട്. യൂസഫ് ബിഹൽ മുഫറദു, ഫസാഹത്ത് കൊണ്ട് മുഫ്രദിന് വസുഫ് പറയപ്പെടും. മിസ്ലു കലിമത്തുൻ ഫസീഹത്തു എന്ന് പറയും. ഫസീഹത്തായ കലിമത്ത്, അതായത് മുഫ്രദ്. സയ്യിദുൻ ഖായിമുൻ, സയ്യിദുൻ ഖായിമുൻ, ഈ സയ്യിദ് ഒരു മുഫ്രദാണ്. ഖായിമുൻ മറ്റൊരു മുഫ്രദാണ്. അപ്പൊ ഈ സയ്യിദിനെ കുറിച്ച് എന്ത് പറയാം? കലിമത്തുൻ ഫസീഹത്തുൻ എന്ന് പറയാം. ഖായിമ് എന്ന ലഫ്ദിനെ പറ്റിയും എന്ത് പറയാം? കലിമത്തുൻ ഫസീഹത്തുൻ എന്ന് പറയാം. സയ്യിദുൻ ഖായിമുൻ ഒന്നായിട്ട് കലാമുൻ ഫസീഹുൻ എന്നും പറയും. വൽ കലാമു, അപ്പോ യൂസഫു അൽ ഫസാഹത്തു, ഫസാഹത്താകുന്നത് യൂസഫു ബിഹ, ഫസാഹത്ത് കൊണ്ട് വസുഫ് പറയപ്പെടും. അൽ മുഫ്റദു, മുഫ്റദിന്. മുഫ്റദ് മിസ്ലു കലിമത്തുൻ ഫസീഹത്തുൻ, ഫസീഹത്തായ കലിമത്ത്. ഒരു മുഫ്റദിനെ സംബന്ധിച്ച് സയ്യിദ്
കലിമത്തും ഫസീഹത്താണ്. ഖായിമുൻ എന്നത് കലിമത്തും ഫസീഹത്താണ്. വൽ കലാമു കലാമിനും വസ്ഫ് പറയപ്പെടും. മിസ്ലു കലാമുൻ ഫസീഹും എന്ന് പറയും. ഏത്? കലാമുനാ ലഫ്ളും മുഫീദുൻ കസ്തഖീം, ഇസ്തഖീം പോലെ. കലാമുനാ ലഫ്ളും മുഫീദും കസ്തഖീം. വസ്മും എന്താണ്? കലാമുനാ ലഫ്ളും മുഫീദും കസ്തഖീം വസ്മും വഫീലുൻ സുമ്മ ഹർഫൂനിൽ കലിം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ ലഫ്ളും മുഫീദാണ് കലാം, ഇസ്തഖീം പോലെ. അപ്പൊ ഇസ്തഖീം എന്നുള്ളത് കലാമുൻ ഫസീഹും, നീ ചൊവ്വിന് നടക്ക്, അതല്ലേ ഒരു ഫസിയ കലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല ഇസ്തഖീം. ഇബ്നു മാലിക്, അല്ലാമ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കലാമിന്റെ തുടക്കത്തിൽ തന്നെ ആദ്യമായി മുതഅല്ലിമീങ്ങളോട് ഉപദേശിക്കുകയാണ്, കലാമുനാ ലഫ്ളും മുഫീദും, മക്കളെ നമ്മുടെ കലാമു മുഫീദായ ലഫ്ളാണ്, അതുകൊണ്ട് ഇസ്തഖീം, നീ ചൊവ്വിന് നിന്നോ, എന്നാലേ നിനക്ക് നഹ്വ് പഠിക്കാൻ കഴിയുകയുള്ളൂ. എന്താ? നാട്ടിൽ പോവല് ചുരുക്കണം, സമ്മേളനങ്ങൾക്ക് പോവല് ചുരുക്കണം, നേർച്ചകളിലേക്ക് പോവല് മുതഅല്ലിമീങ്ങൾ ചുരുക്കണം, സിയാറത്ത് പോവലിക്ക് മുതഅല്ലിമീങ്ങൾ പിന്മാറണം, അവര് കിതാബ് ഓതി പഠിക്കണം. ഇസ്തഖീം, നീ ചൊവ്വിന് നിന്നോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ഇസ്തഖീം എന്ന് പറഞ്ഞപ്പോൾ നബി തരിച്ചു പോയി. എന്നല്ല, ഹൂദ് സൂറത്തിൽ നബിയുടെ മുടികൾ തന്നെ നരച്ചുപോയി, നര ബാധിച്ചു എന്ന് പറയപ്പെടുന്നു. ഇതാണ് ഇസ്തഖീം. അപ്പൊ ഇസ്തഖീം എന്നതിനെ കുറിച്ച് കലാമുൻ ഫസീഹുൻ, ഫസീഹായ കലാമാണ്. കലാമുനാ ലഫ്ളും മുഫീദുൻ കസ്തഖീം ഇസ്മും വഫീലും സുമ്മ ഹർഫൂനിൽ കലിം. അപ്പൊ ഇസ്മു, ഫീല്, ഹർഫ്, ഇതാണ് മുഫ്റദ്. ഏതായാലും പോട്ടെ. വൽ കലാമു കലാമിനും വസ്ഫ് പറയപ്പെടും. മിസ്ലു കലാമുൻ ഫസീഹുൻ വ ഖസീദത്തുൻ ഫസീഹത്തുൻ, ഫസീഹത്തായ ഖസീദ, അതൊരു മുഫീദായ കലാമാണ്. ഖസീദ അൽഫിയയിലെ ബൈത്തുകളെല്ലാം ഒരു ഖസീദയാണ്. അതൊക്കെ മുഫീദായ അൽഫാദുകളാണല്ലോ ഉള്ളതൊക്കെ. ഖാല മുഹമ്മദുൻ, അതൊരു മുഫീദാണ്. ഹുവ ഇബ്നു മാലിക്കി അഹ്മദു റബ്ബില്ലാ ഖൈറ മാലിക്കി, അവിടുന്ന് ഇങ്ങോട്ട് അവസാനം വരെ എന്നാണ് ഖസീദ. ആ ഒന്നായിട്ടുള്ളത് ഖസീദ, അത് ലഫ്ളും മുഫീദ് തന്നെയാണ്, ഫസീഹായ ഖസീദയുമാണ്. അതുപോലെ തന്നെ എല്ലാ ഖീല പറയപ്പെട്ടു അൽ മുറാദു ബിൽ കലാമി യൂസഫ് ബിഹൽ മുഫ്റദു വൽ കലാമു എന്ന് പറഞ്ഞ കലാമ്, തൽഖീസിലുള്ള വൽ കലാമ്, അത് മാ ലൈസ ബി കലിമത്തിൻ, അത് കലിമത്തല്ല പോലെ, കലിമത്ത് അല്ല, അതുകൊണ്ടുള്ള മുറാദ്. അപ്പൊ കലാമ് എന്ന് പറഞ്ഞാൽ കലിമത്തല്ല. കലിമത്തല്ല എന്ന് പറയുമ്പോൾ എല്ലാ മുറക്കബും പെടും, നാക്കിസായ മുറക്കബും പെടും, താമായ മുറക്കബും പെടും. നാക്കിസായ മുറക്കബ്, താമായ മുറക്കബ്, അങ്ങനെ തഫ്താസാനി റഹ്മഹുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. വൽ മൗനൂഉ ഇൻ ഖുസിദ ബി ജുസ്ഇഹി അദ്ദലാലത്തു അലാ ജുസ്ഇ മഅനാഹു ഫമുറക്കബുൻ. അതല്ല, അത് മുറക്കബ് മുഫ്റദിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോ കലാമു കൊണ്ടുള്ള മുറാദ് മാലീസബി കലിമത്തിൻ, കലിമത്തല്ല. കലിമത്തല്ല എന്നാകുമ്പോൾ കലാമില് ലഫ്ളും മുഫീദ് മാത്രമല്ല പെടുക. നേരത്തെ ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞ കലാമുനാ ലഫ്ളും മുഫീദുൻ, മുഫീദായ ലഫ്ള് അല്ലാത്തതും പെടും. ലിയഉമ്മൽ മുറക്കബൽ ഇസ്നാദിയ്യ വഗൈറഹു, അതെന്തിനാണ്?
കലാമ് കൊണ്ടുള്ള ഉദ്ദേശം കലിമത്തല്ല എന്ന് പറയുന്നത് ഇസ്നാദിയായ മുറക്കബിനെയും വഗൈറുഹു ഇസ്നാദിയെ അല്ലാത്ത മുറക്കബിനെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ കലാമ് കൊണ്ടുള്ള മുറാദ് കലിമത്തല്ല എന്ന് വെക്കും. ഫൈന്നഹു എന്നിട്ട് അവര് തന്നെ പറയുന്നു, ആ കീലക്കാരൻ പറയുന്നു, ആ കായില് ഫൈന്നഹു ഖദ് യകൂനു ബൈത്തും മിനൽ ഖസീദത്തി, ഖസീദയിൽ നിന്നൊരു ബൈത്താകും ഗൈറ മുസ്തമിലിൻ അലാ ഇസ്നാദിൻ, ഇസ്നാദിന്റെ മേൽ അത് ഉൾക്കൊണ്ടത് അല്ലാത്തതാവാം. അപ്പോൾ ഇസ്നാദ് ഇല്ലാത്തത് കൊണ്ട് അതെന്താ ലഫ്ളും മുഫീദല്ല. എങ്ങനെയുള്ള ഇസ്നാദ്? യസിഹു സുക്കൂത്തു അലൈഹി, അതിന്റെ മേൽ സുക്കൂത്തിന് പറ്റും. മുത്തക്കല്ലിമ് സുക്കൂത്താകൽ സഹിയാകും. അങ്ങനെയുള്ള ഇസ്നാദിന്റെ മേൽ ഉൾക്കൊണ്ടത് അല്ലാത്തതായ ഒരു ബെയ്ത്തിന്, ബെയ്ത്ത് ചിലപ്പോ ആകും എന്താകും? മാ അന്നഹു, അത് ഫൈന്നഹു ഖദ് യകൂനു ബൈത്തും മിനൽ ഖസീദത്തി, ഖസീദയിൽ നിന്നുള്ള ബൈത്താകും എന്താകും? ഗൈറ മുസ്തമിലിൻ അലാ ഇസ്നാദിൻ, ഇസ്നാദിന്റെ മേൽ ഉൾക്കൊണ്ടത് അല്ലാത്തതാവാം എന്നാണ്. ഗൈറ എന്നുള്ളത് യകൂനുന്റെ ഖബർ, ബൈത്തു എന്നുള്ളത് ഇസ്മ്. ഫഇന്നഹു ഖദ് യകൂനു ബൈത്തും മിനൽ ഖസീദത്തി, ഖസീദയിൽ നിന്നുള്ള ഒരു ബൈത്താകും ഗൈറ മുസ്തമിലിൻ, അത് ഉൾക്കൊണ്ടത് അല്ലാത്തതാവും അലാ ഇസ്നാദിൻ, ഇസ്നാദിന്റെ മേൽ. അപ്പോൾ ലഫ്ളും മുഫീദല്ല, ഇസ്നാദിയായ കലാം മുറക്കബല്ല. യസിഹു സുക്കൂത്തു അലൈഹി മാ അന്നഹു മുത്തസിഫുൻ ബിൽ ഫസാഹത്തി, ആ ബൈത്ത് ഫസാഹത്ത് കൊണ്ട് വസ്ഫ് സിദ്ധിക്കലോടുകൂടെ ആ ബൈത്ത് ഫസീഹാണല്ലോ, അതോടൊപ്പം അതെന്തല്ല കലാമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കലാമിന് കലിമത്തല്ല എന്ന് വെക്കണം. എന്തോ ഒരു കഷ്ടം, ആവശ്യമില്ലാത്തൊരോ കീലകളും. വഫീഹി നദറുൻ, ആ കീലയിൽ നദറുണ്ട്. എന്താ നദർ? ഇന്നമാ യസിഹു ദാലിക, അത് സഹിയാകും. പിന്നെ ഏത് സഹിയാകും? അതായത് കലാമിനെ, ഈ കലാമ് നാക്കിസായ മുറക്കബിനെയും ഷാമിലാക്കുന്നതാക്കല്. കലാം കൊണ്ട് ഉദ്ദേശം നാക്കിസായ മുറക്കബും ഉൾപ്പെടല് സഹിയാകും. എപ്പോൾ? ലൗ അത്ലഖു അലാ മിസ്ലി ഹാദൽ മുറക്കബി, ഈ നാക്കിസായ മുറക്കബ് പോലത്തതിന്റെ മേൽ അവർ പറഞ്ഞിരുന്നെങ്കിൽ അന്നഹു കലാമുൻ ഫസീഹുൻ, ഇത്ലാഖാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഫസീഹായ കലാമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെ ആരും എന്തായിട്ടില്ല, ബുലഗാ ആരും നാക്കിസായ മുറക്കബിനെപ്പറ്റി കലാമുൻ ഫസീഹുൻ എന്ന് പറയാത്തത് കൊണ്ട് ഈ കലാമ് നാക്കിസായ മുറക്കബിനെയും ഉൾക്കൊള്ളിക്കും എന്ന് പറയൽ സഹിയല്ല. അതാ അവരങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കും പറയാമായിരുന്നു. അവർ പറയാത്തത് കൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ കീല പറഞ്ഞത് ശരിയല്ല. വലം യുങ്കൽ ദാലിക അൻഹും, ബുലഗായിൽ നിന്ന് കലാമ് എന്ന ഈ ലഫ്ള് നാക്കിസായ മുറക്കബിനെ ഉൾപ്പെടുത്തിയതായിട്ട് നക്കൽ വന്നിട്ടില്ല. പിന്നെ വത്തിസാഫുഹു ബിൽ ഫസാഹത്തി, ഈ യജൂസു അൻ യകൂന ബിഇതിബാരി ഫസാഹത്തിൽ മുഫറദാത്തി, ആ ബൈത്തിലുള്ള മുഫറദാത്തിന്റെ ഫസാഹത്തിനെ ഇത്തിബാർ ചെയ്തുകൊണ്ടിട്ടാവാമല്ലോ ആ ബൈത്ത് എന്താകല് ഫസാഹത്തുള്ള വസ്ഫ് സിദ്ധിക്കല്. അപ്പൊ അത് ബിൽ അർള് ഫസാഹത്താണ്, ബിത്തബ ഫസാഹത്തല്ല എന്നർത്ഥം. അവ ബൈത്ത് എന്ന് കുറെ കലിമത്തുകൾ കൂടിയതാണ് ബൈത്ത്, പക്ഷെ അതല്ല കലാമല്ല എന്നതോടുകൂടെ ഈ കുറെ മുഫറദുകൾ ഒരുമിച്ചു കൂടിയതായ ഈ ബൈത്തിന് അതിന് ഫസീഹായ ബൈത്ത് എന്ന് പറയാറുണ്ട്. അതതിന്റെ മുഫറദാത്തിനെ ഇത്തിബാർ ചെയ്തതുകൊണ്ടാണ്. എന്നല്ലാതെ നാക്കിസായ മുറക്കബിനെപ്പറ്റി കലാമ് എന്ന് പറഞ്ഞത് പറയാൻ പറ്റുന്നത് കൊണ്ടല്ല.
അങ്ങനെ ബലഗായിൽ നിന്ന് നക്കലില്ലാത്തതുകൊണ്ട് നമുക്ക് ഇസ്നാദിയായ മുറക്കബ് അല്ലാത്തതിന് കലാമ് എന്ന് പറയാൻ പറ്റൂല. ബൈത്ത് കലാം അല്ലാതിരിക്കെ ഫസാഹത്ത് കൊണ്ട് ഇത്തിസാഫ് സിദ്ധിച്ചത് അത് നാക്കിസായ മുറക്കബാണ്. എന്നിട്ട് ഫസാഹത്ത് കൊണ്ട് ഒസുബ് സിദ്ധിച്ചു. നാക്കിസായ മുറക്കബും ഉൾപ്പെടാൻ വേണ്ടി കലാമിന് കലിമത്തല്ല എന്ന് മാന വെക്കണം എന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം വൽ ഒത്തിസാഫുഹു ബിൽ ഫസാഹത്തി, ആ ഖസീദയിൽ നിന്നുള്ള ബൈത്ത് ഫസാഹത്ത് കൊണ്ട് വസുഫ് സിദ്ധിക്കൽ യജൂസു അയക്കൂന ബിഇതിബാരി ഫസാഹത്തിൽ മുഫറദാത്തി, അതിലുള്ള ഓരോ മുഫറദുകളുടെ ഫസാഹത്തിനെ ഇത്തിബാർ ചെയ്തുകൊണ്ടിട്ടാവാം. മുഫറദിലുള്ള ഫസാഹത്ത് എന്താണെന്ന് പറയാൻ പോകുന്നുണ്ട്. മുഫറദിലുള്ള ഫസാഹത്ത് എന്താണെന്ന് പിന്നീട് വരുന്നുണ്ട്. എന്നോടുകൂടെ അലാ അന്നൽ ഹക്ക, യഥാർത്ഥം ആവലോടുകൂടെ, അന്നഹു ദാഖിലും ഫിൽ മുഫറദി, ഈ നാക്കിസായ മുറക്കബ് മുഫറദിൽ കടക്കും. നാക്കിസായ മുറക്കബ് അത് മുഫറദിൽ കടക്കും. കാരണം എന്താണ്? ലി അന്നഹു, ഈ മുഫറദ്. അപ്പൊ പിന്നെ നാക്കിസായ മുറക്കബ് മുഫറദിൽ കടക്കുമ്പോൾ ബിദ്ദാത്ത് ഫസീഹ് തന്നെയാവും. ആ ബൈത്തിലുള്ള ആ ബൈത്ത് ഫസീഹാണെന്ന് പറഞ്ഞത് ബിദ്ദാത്ത് ഫസാഹത്ത് തന്നെയാവും, ബിത്തബ് ഫസാഹത്തല്ല. കാരണം ലി അന്നഹു, ഈ മുഫറദിനെ യുക്കാലു പറയപ്പെടും അലാമാ യുക്കാബിലുൽ മുറക്കബ, മുറക്കബിന്റെ മുക്കാബിലയിലുള്ള ഒന്നിന് എന്ന് പറയപ്പെടും, മുഫറദിനെ പറയപ്പെടും. അതായത് മുഫറദ് മുറക്കബ്, ആ മുഫറദിൽ തെസ്നിയപ്പെടും, മുസന്നപ്പെടും, മജ്മു ആക്കപ്പെടും. മുറക്കബല്ലാതിരുന്നാൽ മതി. അത് ശറഹ് തഹ്ദീബിൽ ഷാരിഹ് തങ്ങൾ തന്നെ, തഫ്താസാനി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. വൽ മൗളൂഉ ഇൻ ഖുസിദ ബിജുസിഇഹി അദ്ദലാലത്തു അലാ ജുസിഇ മഅനാഹു ഫമുറക്കബുൻ. എന്നിട്ട് പിന്നെ ഇമ്മാ താമുൻ, മുറക്കബ് ഒന്നിരിക്കൽ താമാണ്. അതാണ് നമ്മുടെ കലാമ്. നേരത്തെ പറഞ്ഞ കലാമുന ലഫ്ളും മുഫീദ് എന്നുള്ളത് താമായ മുറക്കബ്. താമാവുമ്പോൾ ഖബറുൻ ഔ ഇൻഷാഉൻ വ ഇമ്മാ നാഖിസുൻ, കണ്ടോ, മുറക്കബ് നാഖിസാകും. തഖീദിയുൻ ഔ ഗൈറുഹു വ ഇല്ലാ ഫമുഫ്റദുൻ. അപ്പോൾ അവിടെ മുറക്കബ് മുഫറദ്, മുഫറദിന്റെ മുക്കാബിലയിലുള്ളത് മുറക്കബാണ്, മുറക്കബിന്റെ മുക്കാബിലയിലുള്ളത് മുഫറദുമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു മഅനാക്ക് വെക്കപ്പെട്ട ലഫ്ള്, അയ്യൽ ലഫ്ളുൽ മൗനൂഉ ഇൻ ഉരീദ ദലാലത്തു ജുസ്ഇൻ മിൻഹു അലാ ജുസ്ഇ മഅനാഹു ഫഹുവൽ മുറക്കബു വ ഇല്ലാ ഫഹുവൽ മുഫറദു. ലഫ്ളിന്റെ ഒരു ജുസ്ഇ മഅനാന്റെ ജുസ്ഇന്റെ മേൽ അറിയിക്കലിനെ ഉദ്ദേശിക്കപ്പെട്ടാൽ അത് മുറക്കബ് അല്ലെങ്കിൽ മുഫറദ് എന്നാ. അപ്പോൾ ലഫ്ളിന് ജുസ്ഇ വേണം, മഅനാക്ക് ജുസ്ഇ വേണം. മുറക്കബാകണമെങ്കിൽ ലഫ്ളിന്റെ ജുസ്ഇ മഅനാന്റെ ജുസ്ഇന്റെ മേൽ അറിയിക്കണം. അറിയിച്ചാൽ പോരാ, അറിയിക്കൽ കസ്ദും വേണം. ഇൻ ഖുസിദ ബിജുസ്ഇഹി. 4 കാര്യം ഒരുമിച്ച് കൂടിയാലേ എന്തുണ്ടാവുള്ളൂ? മുറക്കബുണ്ടാവുള്ളൂ. ഈ 4ൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഇല്ലാതെയായാൽ അത് മുഫ്രദായിരിക്കും. ആ മുറക്കബിന്റെ മുക്കാബിലയിൽ എന്തിനെ പറയും? മുഫ്രദിനെ പറയും. യഥാർത്ഥം അലാ, എന്തോടുകൂടെ, അന്നൽ ഹക്ക, യഥാർത്ഥം എന്താണ്? അന്നഹു ദാഖിലുൻ, നാഖിസായ മുറക്കബ് അത് ഫിൽ മുഫ്രദി, മുഫ്രദിൽ ദാഖിലും ഫിൽ മുഫ്രദി ലി അന്നഹു മുഫ്രദ് യുക്കാലു, മുഫ്രദിനെ പറയപ്പെടും അലാമാ യുക്കാബിലുൽ മുറക്കബ വ അലാമാ യുക്കാബിലുൽ മുസന്ന വൽ മജ്മൂഇ, മുസന്നയുടെയും മജ്മൂഇന്റെയും മുക്കാബിലയിലുള്ള ഒന്നിന്, അതായത് മുഫ്രദ് തന്നെ. വ അലാമാ യുക്കാബിലുൽ കലാമ, കലാമിന്റെ മുക്കാബിലയിലുള്ള ഒന്നിനും എന്ത് പറയും? മുഫ്രദിനെ പറയും. കലാം നമ്മുടെ ഈ നിദ
നിദാന്റെ ബാബില് വബിനിൽ മുഅറഫൽ മുനാദൽ മുഫ്റദ അലല്ലദീ ഫീ റഫഇഹി ഖദ് ഊഹിദാ. മുഫ്റദായ മുനാദ മൈരിഫിയാക്കപ്പെട്ട മുനാദയെ നീ മബ്നിയാക്കിക്കോന്ന് പറഞ്ഞു. മുഫ്റദ് മുനാദ മുഫ്റദ് മൈരിഫ. അലല്ലദീ ഫീ റഫഇഹി ഖദ് ഊഹിദ, ഒന്നിന്റെ മേൽ മബ്നിയാക്കണം. ആ മുനാദയുടെ ആ മുഫ്റദിന്റെ റഫ്ഇൽ അതിനെ ആ ഒന്നിനെ അറിയപ്പെട്ടു. അത് യാ സയ്യിദു, യാ സയ്യിദാനി, യാ സയ്യിദൂന. അവിടെ മുഫ്റദിൽ തസ്നിയയും ജമ്മുമൊക്കെ പെട്ടു. അപ്പോൾ അവിടെയുള്ള മുഫ്റദ് ഏതിന്റെ മുക്കാബിലയിൽ പറഞ്ഞതാണ്? മുലാഫ് ശിബ്ഹ് മുലാഫ്. മുലാഫ് ശിബ്ഹ് മുലാഫിന്റെ മുക്കാബിലയിലാണ് നിദാഇന്റെ ബാബിലുള്ള മുഫ്റദ്. അതുപോലെ തന്നെ ലാൻ ജിൻസിനെ നഫി ചെയ്യുന്ന ലാണ്ടല്ലോ, അവിടെയും പറഞ്ഞിട്ടുണ്ടത്. ഫൻസിബിഹാ മൂലാഫനോ മൂലാരിഅ വബഅദ ദാക്കൽ ഖബർ ദുക്ർ റാഫിഅ വറക്കിബിൽ മുഫ്റദ ഫാത്തിഹൻ കലാ ഹൗല വലാ ഖുവത വസ്സാനിജ് അലാ. മുലാഫിനിക്ക് നസ്ബ് ചെയ്തോ, അതുപോലെ തന്നെ ശിബ്ഹ് മുലാഫ് ഔ മുലാരിഅഹു മുലാഫിനോട് തുല്യമായത്, അതായത് ശിബ്ഹ് മുലാഫ്. യാ ഫഅാലൻ ലിമാ യുരീദ്, യാ ഫഅാലൻ ലിമാ യുരീദ് ശിബ്ഹ് മുലാഫാണ്. യാ താലിഅൻ ജബലൻ എന്നൊക്കെ പറയും പോലെ. അപ്പോൾ അവിടെ മുഫ്റദിനൊക്കെ മുനാഫിന്റെയും ശിബ്ഹ് മുനാഫിന്റെയും ഓപ്പോസിറ്റിൽ മുക്കാബിലയിൽ ഉപയോഗിച്ചു. ചുരുക്കി പറഞ്ഞാൽ മുഫ്റദ് എന്താണ്? മുറക്കബിന്റെ മുക്കാബിലയിൽ മുഫ്റദിനെ പറയും. അതാണ് തശ്രീഹ് ശർഹ് തദീബിൽ പറഞ്ഞത്. ലഫ്ളിന്റെ ജുസു മഅനാന്റെ ജുസുവിന്റെ മേൽ അറിയിക്കൽ കരുതപ്പെട്ടാൽ മുറക്കബ് അല്ലെങ്കിൽ മുഫ്റദ്. പിന്നെ അലാമ യുകാബിലുൽ മുസന്ന വൽ മജ്മൂഅ, മുസന്ന മജ്മൂ തസ്നിയ ജമ്മിന്റെ മുക്കാബിലയുള്ള ഒന്നിന്റെ മേലും പറയപ്പെടും. വഅലാമ യുകാബിലുൽ കലാമ, കലാമിന്റെ മുക്കാബിലയിലുള്ള ഒന്നിന്റെ മേലും പറയപ്പെടും. വ മുക്കാബലത്തുഹു, ഇവിടെ മുഫ്റദിനെ നേരിടിക്കൽ ബിൽ കലാമി, കലാമിനോട് നേരിടിച്ചത് ഹാവുന ഇവിടെ കരീനത്താണ്, ദാലത്തുൻ അറിയിക്കുന്ന കരീനത്താണ്. അലാ അന്നഹു ഉരീദ ബിഹി, ഇവിടെ മുഫ്റദ് കൊണ്ടുള്ള ഉദ്ദേശം അൽ മാനൽ അഖീറു, അവസാനം പറഞ്ഞ മാനയാണ്. ഐനി മാ ലൈസ ബി കലാമിൻ, കലാമല്ലാൻ. അപ്പോ യൂസഫ് ബിഹൽ മുഫ്റദ് വൽ കലാമു എന്ന് പറഞ്ഞപ്പോൾ ഈ മുഫ്റദ് ഉദ്ദേശം എന്താണ്? കലാമല്ലാത്ത മുഫ്റദ്. കലാമല്ലാത്ത മുഫ്റദ്. കലാമല്ലാത്ത മുഫ്റദ് എന്ന് പറയുമ്പോൾ മുഫ്റദിൽ ഏത് പെടും? നാഖിസായ മുറക്കബ് പെടും. നാഖിസായ മുറക്കബ് കലാമല്ല. പിന്നെ കലാമിന് കലിമത്തല്ല എന്ന് വെക്കണ്ട. നാഖിസായ മുറക്കബ് ദാഖിലാവാൻ വേണ്ടിയിട്ടാണല്ലോ കലാമിന് കലിമത്തല്ല എന്ന് മാന വെച്ചത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നാഖിസായ മുറക്കബ് ഏതിൽ കടക്കുന്നുണ്ട്? മുഫ്റദിൽ കടക്കുന്നുണ്ട്. മുഫ്റദ് കൊണ്ട് ഉദ്ദേശം കലാമല്ല. കലാമല്ല എന്ന് വെക്കുമ്പോൾ ഈ മുഫ്റദിൽ ഏത് പെട്ടു? നാഖിസായ മുറക്കബ് പെട്ടു. ഗുലാമു സൈദിൻ, അബ്ദുല്ലാഹി പോലെയുള്ള നാഖിസായ മുറക്കബ് മുഫ്റദിൽ പെട്ടിട്ടുണ്ട്. അപ്പോ നാഖിസായ മുഫ്റദിനും നാഖിസായ മുറക്കബിനും ഫസാഹത്ത് കൊണ്ട് വസ്ഫ് പറയാന്ന് അതിന് കിട്ടിയല്ലോ. പിന്നെ വെറുതെ കലാമിന് കലിമത്തല്ല എന്ന് വെക്കണ്ട. കലാമിന് കലിമത്തല്ല എന്ന് വെച്ചത് എന്തിനാണ്? ഈ നാഖിസായ മുറക്കബ് ഉൾപ്പെടാൻ വേണ്ടിയിട്ട്. അത് മുഫ്റദിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രവേശിപ്പിക്കേണ്ട രണ്ടാമതൊന്ന് കടത്തിക്കൂട്ടേണ്ട ആവശ്യമില്ല എന്നാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.